നമസ്കാരം. ഞാൻ ജിഷ്ണു രവീന്ദ്രനാഥ്, പൂന്തോട്ടം ആയുർവേദാശ്രമത്തിൻ്റെ CEO. എൻ്റെ കൂടെയുള്ളത് പൂന്തോട്ടം ആയുർവേദാശ്രമത്തിൻ്റെ ഫൗണ്ടറും ചീഫ് ഫിസിഷ്യനും എൻ്റെ അച്ഛനുമായ ഡോക്ടർ PMS രവീന്ദ്രനാഥാണ്. നമസ്കാരം. നമസ്കാരം. ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആയുർവേദം എന്താണ്, അതെങ്ങനെയാണ് ഒരു മരുന്ന് ആയുർവേദ മരുന്നുകൾ നമ്മുടെ ബോഡിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആയുർവേദ ചികിത്സകൾ എങ്ങനെയാണ് ഫലം കാണുന്നത് എന്നീ തരത്തിലുള്ള പല പല ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് നമ്മളിവിടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, എന്താണ് ആയുർവേദം? ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു തനതായിട്ടുള്ള ഒരു ചികിത്സാ ശാസ്ത്രമാണ്. അതിലുപരി അതൊരു നോളജ് സിസ്റ്റം എന്ന രൂപത്തിൽ അതിനെ കാണുന്നു. വെറും ചികിത്സാശാസ്ത്രം എന്നുള്ള രൂപത്തിൽ മാത്രം കണ്ടാൽ പോരാ, അതൊരു നോളജ് സിസ്റ്റം തന്നെയാണ്. അത് വേദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. ഏറ്റവും കൂടുതൽ ഭാരതീയ ശാസ്ത്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ശാസ്ത്രം കൂടിയാണ് ആയുർവേദം. അതിന് പ്രധാന കാരണം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആരോഗ്യം എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. കാരണം ആരോഗ്യം ഉണ്ടെങ്കിലേ ബാക്കി എന്തും ഉള്ളൂ. അതുകൊണ്ട് ആരോഗ്യവും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രം എന്നുള്ള രൂപത്തിലാണ് ആയുർവേദത്തിന് പ്രാധാന്യമുള്ളത്. ആയുർവേദം എന്നത് 2 വാക്കുകളാണ് അതിലുള്ളത്. ആയുർവേദം, വേദം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ജ്ഞാനം, അറിവ്. ആയുസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ. അപ്പോൾ അത് ഒരു രോഗത്തിൻ്റെ ശാസ്ത്രമല്ല, ജീവൻ്റെ ശാസ്ത്രം തന്നെയാണ്. ജീവനെക്കുറിച്ചുള്ള അറിവാണ്. എന്താണ് ഈ ജീവൻ നിലനിർത്താൻ വേണ്ടത്, എന്തെല്ലാം ആവാം, എന്തെല്ലാം പാടില്ല, ഏതൊക്കെ രൂപത്തിൽ നമ്മൾ ജീവിക്കണം, അത് വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തിക്കും എന്തെല്ലാം നല്ലതാണ്, നല്ലതല്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭൂഗോളം പൂർണ്ണമായിട്ട് കാണുകയാണെങ്കിൽ, പ്ലാനറ്റിനെ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിക്ക് എന്ത് നല്ലതാണ്, എന്ത് അല്ലാത്തതാണ്, ഇതിൻ്റെ എല്ലാം സമഗ്രമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നമ്മുടെ ശാസ്ത്രമാണ് ആയുർവേദം. ഇപ്പോൾ പറഞ്ഞതിൽ വേദത്തിൽ അധിഷ്ഠിതമായ ശാസ്ത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വേദത്തിൽ അധിഷ്ഠിതമായ ശാസ്ത്രം എന്ന് പറയുന്ന സമയത്ത് മതപരമായി ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? വേദം എന്ന് പറയുന്നതിന് മതവുമായിട്ട് സത്യത്തിൽ ഒരു ബന്ധവുമില്ല. വേദം എന്നതിന് ശുദ്ധമായ ജ്ഞാനം എന്ന് മാത്രമേ അർത്ഥമാകൂ. ആ ജ്ഞാനം, മതം എല്ലാം വരുന്നത് അതിനുശേഷം വളരെ കഴിഞ്ഞാണ്. മതത്തിന് സത്യത്തിൽ ഭാരതീയമായ ഒരു ജീവിതത്തിൽ മതത്തിന് വലിയ സ്ഥാനമൊന്നും ശരിക്കില്ല. മതത്തിന് സ്ഥാനം വന്നത് കുറേ കഴിഞ്ഞതിന് ശേഷമാണ്. ആയുർവേദം ഉണ്ടായതെല്ലാം ഈ മതങ്ങളെല്ലാം വരുന്നതിന് എത്രയോ മുമ്പാണ്. അപ്പോൾ മതത്തിന് ഉള്ള പ്രാധാന്യമല്ല വേദത്തിനുള്ള പ്രാധാന്യം. വേദം എന്നത് ശുദ്ധമായിട്ടുള്ള അറിവ് മാത്രമാണ്. അത് ആരാധനയുമായിട്ടും മറ്റു പല കാര്യങ്ങളുമായിട്ടും രാഷ്ട്രീയമായിട്ടടക്കം ഉപയോഗിക്കപ്പെടുമ്പോഴാണ് ഈ മതത്തിനുള്ള പ്രാധാന്യം അതിലേക്ക് കടന്നു കയറുന്നത്. അത് ശാസ്ത്രവുമായിട്ടൊരു ബന്ധവും അതിനില്ല. അങ്ങനെ പറയുമ്പോൾ ഈ ആയുർവേദത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? സത്യത്തിൽ ആയുർവേദം എന്ന് പറയുന്നത് ഒരു യൂസേഴ്സ് മാനുവൽ ആണ്. എന്ന് വെച്ചാൽ ജീവൻ ഉണ്ടായ സമയം മുതൽ, അല്ലെങ്കിൽ ബുദ്ധി ഉറച്ച സമയം മുതൽ ഈ ശരീരം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനം അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മളുടെ എല്ലാ ജീവജാലങ്ങളെയും, മനുഷ്യനൊഴിച്ചുള്ള മറ്റ് ജീവജാലങ്ങളെയും നമ്മൾ
ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. അവർ ഈ ശാസ്ത്രം പഠിച്ചിട്ടല്ല അവരുടെ ആരോഗ്യം നിലനിർത്തുന്നത്. ആ ഒരു ശരീരം നമുക്ക് കിട്ടുന്നതോടുകൂടി ആ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അടങ്ങുന്ന ആ ഒരു അറിവ് ആ ശരീരത്തിൽ തന്നെ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ അറിവ് തന്നെയാണ്. അതിനെ നമ്മൾ കോഡിഫൈ ചെയ്തിട്ട് ഒരു ശാസ്ത്രത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോഴാണ് അതിനെ ആയുർവേദം എന്ന് വിളിക്കുന്നത്. അതുവരെയും ആ അറിവ് ആ ജീവനെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ്. ആ ജീവൻ നിലനിർത്താൻ എന്തെല്ലാം വേണം, എന്തെല്ലാം പാടില്ല. ഇപ്പോൾ നമ്മൾ മറ്റ് ജീവജാലങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുന്ന സമയത്ത് അവർ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് എടുത്ത് കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സാധാരണ പട്ടികളിലെല്ലാം നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് അവർ ഡയറക്റ്റായിട്ട് പോയി, അവർ ആയുർവേദം പഠിച്ചിട്ടല്ല, പക്ഷെ അവർക്കറിയാം ഇന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാം. അതേപോലെ ഭക്ഷണം ദഹിക്കാതെ ഉള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർ ഭക്ഷണം കഴിക്കില്ല. ഫാസ്റ്റിംഗ് എന്നുള്ള ഒരു സിസ്റ്റം ഓഫ് എന്താ പറയുക ട്രീറ്റ്മെൻറ്റിനെ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അവർ ചെയ്യുക, അല്ലെങ്കിൽ ആ നിലയ്ക്കല്ല അതിനെ കാണുന്നത്. അപ്പോൾ അറിവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ്. അതിനെ കോഡിഫൈ ചെയ്യുമ്പോഴാണ് അതൊരു ശാസ്ത്രമായിട്ട് മാറുന്നത്. അങ്ങനെ കോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ അതിന് ഒരു കൃത്യമായിട്ടുള്ള ഉത്ഭവം പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിലെല്ലാം ആയുർവേദം ഉണ്ടായത് ബ്രഹ്മാവിൽ നിന്നാണെന്ന് പറയുന്നത്. ബ്രഹ്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിയുടെ പേരാണ്. സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ആ സൃഷ്ടി പ്രക്രിയയുടെ പേരാണ് ബ്രഹ്മാവ് എന്നത്. അപ്പോൾ സൃഷ്ടി പ്രക്രിയയുടെ സമയത്ത് തന്നെ അതിൻ്റെ ജ്ഞാനവും കൂടി അതെങ്ങനെ നിലനിർത്തണം എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒരു യൂസേഴ്സ് മാനുവൽ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ജ്ഞാനം ആ സമയത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ പിക്ചർ കൊടുക്കാൻ കുറേ കൂടി ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ അറിവ് വെച്ച്, കാരണം ഈ കോഡിഫിക്കേഷനൊക്കെ വന്നത് എന്തായാലും പിന്നീടാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഭാരതത്തിൽ പ്രത്യേകിച്ചും അത് റിട്ടൺ ആയിട്ടുള്ള ജ്ഞാനം വരുന്നത് ഒരു 1-2 മില്ലിനിയത്തിൻ്റെ ഉള്ളിലാണ്, അതിന് മുമ്പല്ല. അപ്പോൾ അതിനു മുമ്പ് ഈ ജ്ഞാനമെല്ലാം ത്രൂ ദ വേർഡ് ഓഫ് മൗത്ത് ഇങ്ങനെ വാമൊഴിയായിട്ട് അത് പകർന്ന് കൊണ്ടിരുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സമയം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആയുർവേദത്തിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ, ചരകസംഹിത, സുശ്രുത സംഹിത മുതലായ ഗ്രന്ഥങ്ങൾ ഏകദേശം BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 2-ാം നൂറ്റാണ്ടിനുള്ളിൽ ഉള്ള സമയത്ത് എഴുതപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത്. അതിനുള്ള ഒരുപാട് റിസർച്ചുകൾ അതിനെപ്പറ്റി നടന്നിട്ടുണ്ട്. അതിനുശേഷം ആണ് ഗ്രന്ഥങ്ങളുടെ രൂപത്തിൽ അത് കോഡിഫൈ ചെയ്യപ്പെട്ട് വന്നിട്ടുള്ളത്. ഈ പറയുന്ന സമയത്തൊക്കെ ആയുർവേദത്തിനൊരു വല്ലാത്ത ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് നമുക്കിതിൽ കാണുന്നുണ്ട്. അത്തരം ഒരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റും അല്ലെങ്കിൽ ഒരു ആംഗിള് ബാക്കിയുള്ള മെഡിക്കൽ സയൻസുകളിൽ അധികം കാണാറില്ല. എന്തുകൊണ്ടാണത് ആയുർവേദത്തിൽ ഇങ്ങനെ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്? അത് ആയുർവേദം ഒരു ശാസ്ത്രമായതുകൊണ്ടാണ്. മറ്റ് ശാസ്ത്രങ്ങളിലും അതിൽ ഫിലോസഫിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ് അതിന് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആയുർവേദം കുറേയും കൂടിയും സമഗ്രമായിട്ടുള്ള, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് ജീവനെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ്. ഒരു വെസ്റ്റേൺ മെഡിസിൻ പോലെ മെഡിസിൻ മാത്രമായിട്ട് ബന്ധപ്പെട്ട്, നമ്മളുടെ ട്രീറ്റ്മെൻറ്റ്സ് മാത്രമായിട്ട് ബന്ധപ്പെട്ട, രോഗങ്ങൾ മാത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്രമല്ല ആയുർവേദം. അതുകൊണ്ട് തന്നെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദർശനങ്ങളെല്ലാം വരുന്നത്. ദർശനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫി തന്നെയാണ്. അപ്പോൾ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ വെസ്റ്റേൺ മെഡിസിൻ പഠിക്കാൻ എത്ര കണ്ട് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് മുതലായ ശാസ്ത്രങ്ങൾ പഠിക്കണമോ അതേപോലെ ആയുർവേദം പഠിക്കാനായിട്ട് നമ്മളുടെ ദർശനങ്ങളായിട്ടുള്ള ന്യായ ദർശനം, വൈശേഷിക ദർശനം, സാഖ്യദർശനം, യോഗദർശനം മുതലായ ദർശനങ്ങൾ പഠിക്കണം. അത് പഠിച്ചാലേ ആയുർവേദത്തിൻ്റെ ഒരു രീതി, നമ്മുടെ ജീവനെ കാണുന്ന രീതി, കാരണം ഒരു സത്യത്തിനെ പല ഡയറക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഒന്ന് ശരി മറ്റത് തെറ്റ് എന്നല്ല അതിനർത്ഥം.
സത്യത്തിനെ കാണാൻ ഒരുപാട് ഡയറക്ഷൻസ് ഉണ്ട്. അതിൽ പലതരത്തിലുള്ള ഡയറക്ഷനിൽ ഒരേ സത്യത്തിനെ കാണുന്ന രീതിയാണ് ഈ ദർശനങ്ങളിലുള്ളത്. അതുപോലെ തന്നെയുള്ള ദർശനങ്ങളാണ് മോഡേൺ സയൻസിലുള്ളത്, വെസ്റ്റേൺ സയൻസിലുള്ളത്. അത് പക്ഷേ അതായിട്ട് പ്രത്യേകം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മറ്റൊരു പഠന രീതിയുടെ ഭാഗമായിട്ട് മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെയും അങ്ങനെ ആയിക്കഴിഞ്ഞു. സത്യത്തിൽ ആയുർവേദ കോളേജിൽ പോയി പഠിക്കുന്ന കുട്ടികൾ ആയുർവേദം മാത്രമായിട്ടാണ് പഠിക്കുന്നത്. അതിന് മുമ്പ് പഠിക്കേണ്ടതായ ദർശനങ്ങളുടെയൊക്കെ വളരെ ചെറിയ രൂപം മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. പണ്ട് ഉണ്ടായിരുന്ന രീതി അങ്ങനെയല്ല. ദർശനങ്ങൾ പൂർണ്ണമായിട്ടും സംസ്കൃതം ഭാഷയും അതിലധിഷ്ഠിതമായിട്ടുള്ള മറ്റ് ദർശനങ്ങൾ പൂർണ്ണമായും പഠിച്ചതിന് ശേഷം അതിന് പദാർത്ഥ വിജ്ഞാനം എന്നാണ് പറയുക. പദാർത്ഥ വിജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് യൂണിവേഴ്സിനെ നമ്മൾ കാണുന്ന രീതി എങ്ങനെയാണ് എന്നുള്ള അറിവാണ്. അത് പഠിച്ചതിന് ശേഷം മാത്രമേ ആയുർവേദം പോലെയുള്ള ശാസ്ത്രങ്ങൾ പഠിക്കൂ. അങ്ങനെ ആകുമ്പോൾ അതിനൊരു സമഗ്രത കൈവരും. അതിന് വേണ്ടിയിട്ടാണ് അതിന് ഫിലോസഫി അതിനെ മറ്റൊന്നായിട്ട് നമ്മൾ ഭാരതത്തിൽ ഒന്നിലും കാണുന്നില്ല. ഈ കാർട്ടീസിയൻ ഡിവിഷൻ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് രണ്ടും രണ്ടായിട്ട് കാണുന്ന ഒരു രീതി വന്നത്. അതുവരെയും ഇതൊരു കണ്ടിന്യൂസ് ഫ്ലോ എന്നുള്ള രൂപത്തിലാണിത് നമ്മൾ അറിഞ്ഞിരുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും നമുക്കിതിനെ രണ്ടായിട്ട് മെറ്റീരിയലിസ്റ്റിക് സയൻസ് എന്നും സ്പിരിച്വൽ സയൻസ് എന്നും രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല. അത് ശരിയാവില്ല. അത് രണ്ടല്ല ശരിക്ക്. അതൊരു കണ്ടിന്യൂറ്റിയാണ്. അതിലെവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാം. അതിലെവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഒരു ആ സമയത്തുള്ള നിങ്ങളുടെ നോളജിൻ്റെ ഒരു സ്റ്റേറ്റിനനുസരിച്ചാണ് നിങ്ങൾ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഈ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ഡിവിഷൻ ഇല്ല എന്നങ്ങനെ കൃത്യമായി പറയാൻ പറ്റുമോ? കാരണം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വല്ലാതെ ഇൻവോൾവ് ചെയ്യരുത്, അങ്ങനെ കൃത്യമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആൻഡ് സ്പിരിച്വൽ എന്നുള്ള ഡിവിഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയലിസ്റ്റിക് സ്പിരിച്വൽ എന്ന് ഇന്ന് ആളുകൾ പറയുന്നത് പ്രധാനമായും റിലിജിയനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് എന്നുള്ള ഡിവിഷൻ റിലിജിയനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഒരു റിലിജിയനായിട്ടും വലിയ ബന്ധമില്ല. ഒരു പ്രത്യേക ലെവലിൽ എന്ന് വെച്ചാൽ നമ്മളുടെ 5 ഇന്ദ്രിയങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ ലോകത്തിനെ മുഴുവനായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷമായി ജ്ഞാനം ഉള്ളിലേക്ക് വരുന്നത് ഈ ഇന്ദ്രിയങ്ങൾ വഴിക്കാണ്. ഈ ഇന്ദ്രിയങ്ങളുടെ ലെവലിന് പുറത്തുള്ള കാര്യങ്ങളെല്ലാം മെറ്റീരിയലായിട്ടും അതിൻ്റെ ഉള്ളിലുള്ള ജ്ഞാനങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു തലങ്ങളെല്ലാം സ്പിരിച്വലായിട്ടും ആണ് വിവക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ് അതിൻ്റെ 2 ഡിവിഷൻ. അപ്പോൾ നമ്മളുടെ ഈ ഒബ്സർവേഷണൽ പ്ലെയിൻ ഏതുവരെയുണ്ടോ അതുവരെയുള്ള കാര്യങ്ങളാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും അതിൻ്റെ പിന്നിലുള്ള തലങ്ങളാണ് ഈ സ്പിരിച്വലായിട്ടും പറയപ്പെടുക. അപ്പോൾ ആ 2 തലങ്ങളുണ്ട്. പക്ഷേ ഒരു ജ്ഞാനത്തിനെ നമ്മൾ സമഗ്രമായിട്ട് കാണുന്ന സമയത്ത് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ജ്ഞാനം ഉണ്ടാവുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റേതായ റോളുണ്ട്. ഇന്ദ്രിയങ്ങൾ ഈ ഒബ്ജക്ട്സുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവുന്നു. ആ ഇന്ദ്രിയങ്ങൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള മനസ്സ് വഴി ബുദ്ധിയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. ആ ബുദ്ധി ആണ് ഡിസിഷൻ എടുക്കുന്നത്. ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റിയാണ് ആയുർവേദത്തിൽ പറയുക എപ്പോഴും. അല്ലാതെ ഈ ഇന്ദ്രിയങ്ങളുടെ ലെവൽ വെച്ച് അവിടെ കട്ട് ചെയ്യല്ല ചെയ്യണത്. ഈ കണ്ടിന്യൂറ്റിയിലാണ് ഈ പ്രപഞ്ചം നമ്മുടെ ഉള്ളിലേക്ക് പല രൂപത്തിലും ജ്ഞാനമായിട്ടാവാം, ഭക്ഷണമായിട്ടാവാം, ഏത് രൂപത്തിലായാലും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഈ പുറത്തും ഉള്ളിലും നമ്മുടെ പുറത്തും നമ്മുടെ ഉള്ളിലും ഉള്ള എല്ലാ ടൂൾസിൻ്റെയും സഹായത്തോടു കൂടിയിട്ടാണ് ഈ പ്രപഞ്ചം നാമായിട്ട് മാറുന്നത്. എന്നുവെച്ചാൽ ഭക്ഷണമാണെങ്കിലും വായുവാണെങ്കിലും വെള്ളമാണെങ്കിലും ജ്ഞാനമാണെങ്കിലും എല്ലാം പുറമേയുള്ള ഈ പ്രപഞ്ചവും നമ്മളും വ്യത്യസ്തരല്ല എന്ന കാഴ്ചപ്പാടാണ് ഭാരതീയമായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളിലും ഉള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഉള്ളിലുള്ളത്. അപ്പോൾ അതായിട്ട് മാറാനുള്ള ടൂൾസ് നമ്മുടെ ഉള്ളിൽ വേറെയുണ്ട്. അതുവരെയുള്ള ടൂളുകളാണ്
ഈ പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ പുറമേ ഉള്ള കാര്യങ്ങൾക്കാണ് പൊതുവെ മെറ്റീരിയലിസ്റ്റിക് എന്ന് പറയുന്നത്. പക്ഷേ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അത് നമ്മുടെ ടൂൾസിനെ നമുക്ക് കുറേയും കൂടിയും എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ പറ്റും. അതാണ് നമ്മുടെ ഋഷിമാരൊക്കെ ചെയ്തിരുന്നത്. സത്യത്തിൽ ഈ ടൂൾസിനെ, ഈ ഇന്ദ്രിയങ്ങളാവുന്ന ടൂൾസിനെ ഷാർപ്പൻ ചെയ്തിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ അത് നമ്മുടെ പ്രപഞ്ചത്തിനെ മനസ്സിലാക്കാനുള്ള ഒരു ലെവലിലേക്ക് ഷാർപ്പൻ ചെയ്യുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അതിനുള്ള മെത്തേഡ്സ് അന്ന് അവൈലബിൾ ആയിരുന്നു. ഇന്ന് മെത്തേഡ്സ് ടെക്സ്റ്റുവലായിട്ട് അവൈലബിൾ ആണെങ്കിലും നമ്മളുടെ പഠന രീതികളും പല പല കാരണങ്ങളെ കൊണ്ടും ഇന്നത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ആയുർവേദത്തിലായാലും മറ്റ് ഭാരതീയ ശാസ്ത്രങ്ങളിലായാലും ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഋഷിമാരുടെ ലെവലിലുള്ള ശാസ്ത്രത്തിൻ്റെ കാര്യത്തിന് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ആ ഇന്ദ്രിയങ്ങളെ വളരെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോകാനുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഇന്ന് അത് ചെയ്യുന്നത് മോഡേൺ സയൻസാണ്. സത്യത്തിൽ മോഡേൺ സയൻസിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവർ മോഡേൺ സയൻസിൽ വേറൊരു രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെയാണ് ഇപ്പോൾ ഫിസിക്സിൽ പറയുന്ന തിയറി ഉണ്ടല്ലോ, എനർജി ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ഇറ്റ്സ് ജസ്റ്റ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി എന്ന് പറയുന്നതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മളുടെ ബുദ്ധിയിലേക്ക് എത്തിക്കുന്ന രീതി, ഇപ്പോൾ മനസ്സ് ത്രൂ ബുദ്ധിയിലേക്ക് എത്തിക്കുന്ന രീതി തന്നെയാണ് എനർജിയാണ് ഒരു ഒബ്ജക്റ്റ്. ആ ഇപ്പോൾ കാണുന്ന ഒരു വസ്തുവിൻ്റെ എനർജിയാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ ആയുർവേദം നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇത് പറഞ്ഞു. അതിനുശേഷം കുറേ കാലത്തിന് ശേഷം ഫിസിക്സ് എന്നുള്ള സയൻസ് കണ്ടുപിടിച്ചു എന്ന് പറയുകയാണ് പിന്നീട്. ഇതിന് വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബുദ്ധി എന്നുള്ളത്, മനുഷ്യൻ്റെ ബുദ്ധി എന്നുള്ളത്, അത് വെസ്റ്റേൺ സയൻസ് ആയാലും അല്ലെങ്കിൽ വെസ്റ്റേൺ ജിയോഗ്രഫി ആണെങ്കിലും ഈസ്റ്റേൺ ജിയോഗ്രഫി ആണെങ്കിലും സത്യത്തിൽ ബുദ്ധി ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള ഋഷിമാർ കണ്ടുപിടിച്ചതാണെങ്കിലും പുറമേയുള്ള വെസ്റ്റേൺ ഋഷിമാർ കണ്ടുപിടിച്ചതാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ സയൻസിനെ ആ രൂപത്തിൽ കാണാനുള്ള ഒരു ആർജവം നമുക്കും ഉണ്ടാവണം, വെസ്റ്റേൺ സയൻസ് ഡീൽ ചെയ്യുന്ന ആളുകൾക്കും ഉണ്ടാവണം. അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മളതിനെ ഈ ശുദ്ധമായിട്ടുള്ള സയൻസിനെ മനസ്സിലാക്കുന്നു എന്ന് പറയാൻ പറ്റും. കാരണം അതിൽ അപ്പുറം നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് എന്നുള്ള രൂപത്തിൽ മാത്രമാണ് അതിൽ വരുന്നത്. അപ്പം അത് ഏത് ലെവലിലുള്ള ഋഷിമാരാണെന്നുണ്ടെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി അത് നമ്മൾ അംഗീകരിക്കാനുള്ള ഒരു രീതി ഭാരതത്തിലാണെങ്കിലും പുറമേയുള്ളവരാണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് വലിയൊരു സംശയം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ആയുർവേദത്തിൻ്റെ ഒരു ഉദ്ദേശം? ആയുർവേദത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് ആദ്യം മുതൽക്ക് തന്നെ ചരകാചാര്യൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്വസ്ഥസ്യ സ്വാസ്ഥ്യ സംരക്ഷണം, ആതുരസ്യ വികാരപ്രശമനം. സ്വസ്ഥൻ്റെ സ്വാസ്ഥ്യം സംരക്ഷിക്കുക എന്നുവെച്ചാൽ രോഗം ഇല്ലാത്ത ആളുടെ അല്ലെങ്കിൽ ആരോഗ്യവാനായ വ്യക്തിയുടെ ആരോഗ്യം സംരക്ഷിക്കുക, രോഗം വന്നാൽ അതിനെ ചികിത്സിക്കുക. ഇത് രണ്ടുമാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാന മൗലികമായിട്ടുള്ള ലക്ഷ്യം. ഇതിൽ നമുക്ക് എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ രോഗം വരാതിരിക്കുക എന്നുള്ള കാര്യമാണ് കൂടുതൽ പ്രധാനം. അതിനുള്ളതാണ് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളുടെയും ആദ്യത്തെ മേജറായിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ ഡിവോട്ട് ചെയ്തിട്ടുള്ളത് ഈ രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ. ദിനചര്യ, ഋതുചര്യ, അതേപോലെ ഭക്ഷണരീതികൾ, നമ്മൾ എന്തെല്ലാം ഒരു ജീവിതത്തിൽ ശ്രദ്ധിക്കണം, ഉറക്കം, എല്ലാ കാര്യങ്ങളും, എക്സസൈസ്, എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ രോഗം വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള കാര്യം. ഇനി ഇതേപോലെ ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന രോഗങ്ങൾക്ക് എന്തെല്ലാം ചികിത്സകളുണ്ട് അതും നോക്കണം. കാരണം ഇതൊരു ലിവിങ് സിസ്റ്റം ആണ്. പക്ഷേ ഒരു ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ കൃത്യം ലൈനിൽ മാത്രമായിട്ട് പോകുന്ന ഒരു കാര്യമല്ല ജീവിതം എന്ന് പറയുന്നത്. തെറ്റുകൾ വരാം,
പലതരം പ്രശ്നങ്ങൾ ഇതിൽ വരാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് ഈ ആദ്യം പറഞ്ഞ പോലെയുള്ളൊരു ജീവിതം നയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ഉണ്ടാകാവുന്ന രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഈ കാര്യങ്ങൾ കൂടി ആണ് ആയുർവേദത്തിൻ്റെ പ്രധാനമായിട്ടുള്ള അന്തഃസത്ത. ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗത്ത് ആണ് ഈ പബ്ലിക് ഹെൽത്തിൻ്റെ പ്രാധാന്യം കൂടുതലായിട്ട് വരുന്നത്. രോഗം വരാതിരിക്കാൻ വേണ്ടി ഈ വ്യക്തിക്ക് എന്തെല്ലാം ചെയ്യണം, അതുപോലെ തന്നെ ഒരു സൊസൈറ്റി എന്നുള്ള രൂപത്തിൽ ആ സൊസൈറ്റിക്ക് ടോട്ടലായിട്ട് എന്തെല്ലാം ചെയ്യണം, അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റം അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ടോട്ടലായിട്ടുള്ള ആ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ആളുകൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. ഈ 3 ലെവലിലും ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടാവുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വൈദ്യൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആയുർവേദത്തിലും അങ്ങനെ തന്നെയാണ്, മോഡേൺ സയൻസിലും അതേപോലെ തന്നെയാണ്. കാരണം വരാതിരിക്കാനാണല്ലോ, പ്രിവെൻറ്റീവായിട്ടുള്ള ആസ്പെക്റ്റാണ് ഏറ്റവും പ്രധാനം. കാരണം പ്രിവെൻറ്റീവായിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ വാക്സിനേഷൻ ആണെങ്കിലും ഏത് തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള വഴികളുണ്ട്. അതേപോലെ തന്നെ പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹൈജീൻ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, ഓരോ സീസണിലായിട്ട് വരാവുന്ന സാധനങ്ങളെ ഒഴിവാക്കാനുള്ള വഴികൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ആയുർവേദത്തിലും അതുപോലെ തന്നെയാണ്. ഇത് പുതിയൊരു അറിവൊന്നുമല്ല. ഇത് പണ്ടുണ്ടായിരുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇന്നും സയൻസ് ഫോളോ ചെയ്യുന്നത്. അത് ഇത് രണ്ടുമാണ് ആയുർവേദത്തിൻ്റെ മൗലികമായിട്ടുള്ള ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഈ പറഞ്ഞ പോലെ പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പബ്ലിക് ഹെൽത്തിൽ ആയുർവേദത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. പക്ഷേ എത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പബ്ലിക് ഹെൽത്തിൽ ആയുർവേദവും മറ്റ് ശാസ്ത്രങ്ങളും ഒരുമിച്ചാണ് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അതേപോലെ തന്നെ പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൾച്ചേഴ്സും ഫോളോ ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ സയൻസിനെ വെച്ച് നോക്കുകയാണെങ്കിലും ഇത് ഹൈലി പ്ലൂറലിസ്റ്റിക് ആണ്. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭത്തിൽ എല്ലാ ശാസ്ത്രങ്ങളും യോജിച്ച് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രയോജനം പൂർണ്ണമായിട്ട് കിട്ടും. അതിന് പിന്നെ ഈഗോവിൻ്റെ ക്ലാഷ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. കാരണം മോഡേൺ സയൻസിന് ചെയ്യേണ്ടതായ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. മോഡേൺ സയൻസ് എന്നാൽ വെസ്റ്റേൺ സയൻസിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ആയുർവേദത്തിന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി അതിനെ സമഗ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ഗവൺമെൻറ് ലെവലിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് വേണ്ടത്ര പ്രാധാന്യം ഇന്ന് വരെ കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. 2 സിസ്റ്റവും രണ്ടും പാരലായിട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അതിനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന, ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്ന ഒരു രീതിയായിട്ട് മാറും. ഒരു ഇൻറ്റഗ്രേറ്റീവ് സിസ്റ്റമാണ് ശരിക്കും. പ്രോപ്പറായിട്ടുള്ള ഇൻറ്റഗ്രേഷൻ വേണം. അത് ആയുർവേദ മരുന്നും അലോപ്പതി മരുന്നും കൂടി ചേർത്ത് കൊടുക്കുന്ന ഇൻറ്റഗ്രേഷനെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. സയൻറ്റിഫിക് ലെവലിലുള്ള ഇൻറ്റഗ്രേഷൻ വേണം. നമ്മുടെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ഇൻറ്റഗ്രേഷനും പ്രോപ്പറായിട്ട് ചെയ്യണം. ഏതൊക്കെ കാര്യങ്ങളിൽ ആയുർവേദത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നറിഞ്ഞ് അത് ചെയ്യുക, അത് എല്ലാവരും അംഗീകരിക്കുക. അതുപോലെ തന്നെ അലോപ്പതിക്ക് അല്ലെങ്കിൽ വെസ്റ്റേൺ സയൻസിന് ചെയ്യാവുന്ന കാര്യങ്ങൾ വെസ്റ്റേൺ സയൻസിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യണം. അതുപോലെ തന്നെ ആയുർവേദത്തിന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ അത് ആയുർവേദത്തിൻ്റെ രീതിയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അത് ചെയ്യാനായിട്ട് തയ്യാറാവണം. ഇത് രണ്ടും കൂടി സമഗ്രമായിട്ട് യോജിപ്പിക്കുമ്പോഴാണ് നമ്മളുടെ ഹെൽത്ത് എന്നുള്ള ഒരു വൺ ഹെൽത്ത് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. ഈ പറഞ്ഞ പോയിന്റിൽ തന്നെ ഒരു 100 സംശയങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൽ ചോദിക്കാൻ പറ്റുന്ന സംശയങ്ങളുടെ എണ്ണം ഇത്രയേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും സംശയങ്ങളുമായി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.
തീർച്ചയായും. നമസ്കാരം.